السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ, അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുവാൻ സൂക്ഷ്മത പുലർത്തേണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ ഇല്ലയോ എന്ന വ്യാധി, ബേജാറ്, സഹാബത്ത് പേടിച്ച പേടി നമ്മളും പേടിക്കണം. വലിയ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യതഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ. നിശ്ചയമായും അല്ലാഹു സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അല്ലാഹു അല്ലാത്തൊരാളെയും അതിൽ പങ്കു ചേർക്കുന്ന പ്രശ്നമില്ല. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ് വസ്സാഹിബി ബിൽ ജംബി വബ്നിസ് സബീൽ വമാ മലകത് അയ്മാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. വഅബ്ദുല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ. ഏതൊരു പ്രാർത്ഥനയും അല്ലാഹുവോട് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പോലെ മറ്റൊന്നില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ മറ്റൊന്നില്ല. അതേപോലെ തന്നെ
വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കേണ്ടവരാണ് നമ്മൾ, ഭയപ്പെടേണ്ടവരാണ് നമ്മൾ. അവന്റെ തൃപ്തിയായിരിക്കണം നമ്മുടെ ഓരോ ഇബാദത്തിലും, അവന്റെ തൃപ്തിയാണ്. ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ വഴിപാടും എന്റെ ജീവിതവും മരണവും റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, ഖുൽ ഇന്നമാ അന ബശർ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നമാ അന ബശർ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ്, എനിക്ക് വഹി ലഭിക്കുന്നു, ഏകനായ ഇലാഹിൽ നിന്ന് വഹി ലഭിക്കുന്നു എന്നതാണ് കാര്യം. എന്നിട്ട് പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആർക്കെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, സ്വാലിഹായ കലർപ്പില്ലാത്ത അല്ലാഹുവിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ച ഇബാദത്തുകൾ അവർ ചെയ്തു കൊള്ളട്ടെ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ല എങ്കിൽ കാപട്യം നമ്മളിലേക്ക് കടന്നു വരും. പലതും ചെയ്തു കൂട്ടുന്നതും പ്രവർത്തിക്കുന്നതും മറ്റാരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, അയാൾ നമസ്കാരം മനോഹരമാക്കി, ഭംഗിയുള്ളതാക്കി, നല്ല ഖുശൂവോടുകൂടിയുള്ളതാക്കി. എന്തിന്? മറ്റൊരാൾ നോക്കുന്നു എന്ന കാരണത്താൽ, മറ്റുള്ളവർ നിരീക്ഷിക്കുന്നു എന്ന കാരണത്താൽ അയാളുടെ നമസ്കാരം ഭംഗിയാക്കിയാൽ നാളെ അള്ളാന്റെ കോടതിയിൽ ആ നമസ്കാരത്തിന്റെ പ്രതിഫലവും പ്രതീക്ഷിച്ച് വരുന്ന അടിമയോട് അള്ളാഹ് പറയും, അയാൾ തരും നിനക്ക് അതിന്റെ പ്രതിഫലം, അതിന്റെ ജസാ, നീ ആർക്ക് വേണ്ടിയിട്ടായിരുന്നുവോ അന്ന് നമസ്കരിച്ചത് അയാൾ തരും, അങ്ങോട്ട് ചെല്ലുന്നു പറയും. വല്ലാത്തൊരവസ്ഥയാണത് പ്രിയപ്പെട്ടവരെ. നമ്മളെ ചെയ്യുന്ന ഏത് ഇബാദത്തും ഏത് അമലും, നമ്മൾ നൽകുന്ന ഒരു നാണയത്തുണ്ട് പോലും അതിന്റെ പ്രതിഫലം ആകാശ ലോകത്തുള്ള മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് നാമങ്ങൾ ഉദ്ധരിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയ നമ്മുടെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ആരാധനകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പുഞ്ചിരികൾ എല്ലാം റബ്ബിന് വേണ്ടിയിട്ടായിരിക്കണം. വഅബ്ദുല്ലാഹ്, എങ്കിലാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാകാൻ നമുക്ക് കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവർ, പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു ഉദാഹരണം, നാട്ടിൽ വീട്ടിൽ കുറ്റിയടിക്കുമ്പോൾ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് കഞ്ഞിമൂല എന്ന് പറയും. അവിടെ കുറ്റിയടിച്ചാൽ, അവിടെ കുഴി കുത്തിയാൽ, അവിടെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കിയാൽ ചില ആളുകൾക്ക് പേടിയാണ്. ചില ആളുകൾ, അവരുടെ വിശ്വാസം ആ വീട്ടിലെ പ്രധാനി പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന, അങ്ങനെ പറയാറുണ്ട് ചില ആളുകൾ. നമ്മളാരും അത് വിശ്വസിക്കാറില്ല, നമുക്കങ്ങനെ പേടിയുമില്ല. ചില ആളുകൾ ചില അസുഖങ്ങൾക്ക് ചില ചരടുകൾ കെട്ടും, ഇത് കെട്ടിയാൽ അസുഖം മാറുമെന്നാണ് അവരുടെ വിശ്വാസം. നമ്മളാരും അത് വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കുന്നവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു. എന്നാൽ ചില ആളുകളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ചരട് പൊട്ടിക്കാൻ വിചാരിച്ചാൽ അയാൾ പറയും, സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പൊ പൊട്ടിക്കേണ്ടെന്ന് പറയും. അന്നെങ്ങാനും അത് പൊട്ടിച്ച് അയാൾ അന്നെങ്ങാനും വൈകുന്നേരം സൈക്കിളിൽ നിന്നൊന്ന് വീണാൽ അയാൾ പറയും, ആ ചരട് പൊട്ടിച്ചതോടുകൂടി എനിക്ക് പരിക്ക് പറ്റി. ഈ കഞ്ഞിമൂലയിൽ ടാങ്ക് കുഴിച്ചാൽ ചിലപ്പോൾ കുറച്ച് 5-6 മാസം കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരാൾ മരിക്കും, അല്ലേ? ആളുകൾ പറയും അതുകൊണ്ടാണ്. വീട്ടിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നൽകുന്ന വലിയ മാമ്പഴം, തണൽ നൽകുന്ന വലിയ മരങ്ങൾ മുറിച്ചാൽ ചില ആളുകൾ പറയും ആ വീട്ടിലെ പ്രധാനി മരിച്ചു പോകുന്ന. പ്രിയപ്പെട്ട സമൂഹമേ, നമ്മളൊന്നും അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ കഞ്ഞിമൂലയിൽ അത് കുഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമുക്കതിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷേ അവിടെ നിങ്ങൾ കുഴിക്കണ്ട, അപ്പുറത്ത് കുഴിച്ചോളി എന്ന് പറയും, അല്ലേ? എവിടെയോ ഒരു ചെറിയ ഭാഗത്ത് നമ്മൾ ഭയപ്പെടുന്നു. എന്തിനെയോ? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ കഞ്ഞിമൂലയിൽ ഇത് കുഴിച്ചാലും കുഴിച്ചിട്ടില്ലെങ്കിലും ഓരോ വീട്ടിലെ ബാപ്പയും ഉമ്മയും ഉപ്പാവയും ഉമ്മാമയും മരണപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുപോകുന്നു. ഇത് കുഴിക്കാതെ വെച്ചവന്റെ വീട്ടിൽ 150 വയസ്സുള്ള ഉപ്പാവ ബാക്കി നിൽക്കണം, നിന്നിട്ടില്ല. ഈ വിശ്വാസമാണ്, ഈ വിശ്വാസത്തിലുള്ള വലിയ പ്രതീക്ഷയാണ്, ഈ വിശ്വാസത്തോടുള്ള ചെറിയൊരു ചേർച്ചയാണ്. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ വല്ലതും സംഭവിക്കുമോ എന്ന ഭയമാണ് നമ്മളെപ്പോലുള്ള ആളുകളിലേക്ക് കടന്നു വരാറുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുന്ന കാര്യത്തിൽ, വിധിയിൽ വിശ്വസിക്കുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഒരു സത്യവിശ്വാസിക്ക് ഒരു കോംപ്രമൈസും പാടില്ല. അതാണ് വഅബ്ദുല്ലാഹ്.
വലാ തുശ്രികൂ ബിഹി ശൈആ, അതിന്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാനും പാടില്ല. അല്ലാഹനെ ഭയപ്പെടുന്നത് പോലെ ഒരാളെയും ഭയപ്പെടരുത്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഒരു പേടിയും ഉണ്ടാവരുത്. പള്ളികൾ പരിപാലനം ചെയ്യേണ്ടത് ആരാണെന്ന് പറഞ്ഞിടത്ത് അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ സ്വലാത്ത വആത സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹയല്ലാത്ത ഒരാളെയും ഭയപ്പെടരുത്. അല്ലാഹുവിനോടുള്ള പേടി മറ്റൊന്നിനോടുണ്ടാവരുത്. അല്ലാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ മറ്റൊന്നിൽ നിന്നുണ്ടാവരുത്. അല്ലാഹുവിനോട് ആരാധിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, എന്റെ ഖുതുബ കേൾക്കുന്നവരെ, നമ്മൾ തൊട്ടിലാട്ടും കുഞ്ഞിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല മനോഹരമായിട്ട് പാടും. അല്ലാഹയല്ലാത്തൊരു ഇലാഹുമില്ല എന്ന് ആ ചെറിയ പൈതലിന്റെ കർണപടത്തിലേക്ക് 1000 തവണ നമ്മളിങ്ങനെ പാടിക്കൊടുക്കും. അതിനിടയിൽ കുഞ്ഞൊന്ന് കരഞ്ഞ് പെടഞ്ഞ് തൊട്ടിൽ നിന്ന് വീഴുന്ന അവസ്ഥയിൽ മൊയ്തീൻ ശേഖേ, എന്റെ മോന്, എന്റെ കുഞ്ഞ് എന്ന് നമ്മൾ വിളിച്ചു പറയും. അതുവരെ ഇലാഹായ മറ്റിലാഹ് അല്ലാഹയല്ലാത്തൊരാളുമില്ല എന്ന് പാടിയ വായിൽ നിന്ന് മൊയ്തീൻ ശേഖേ എന്റെ പൈതൽ എന്ന് നമ്മൾ പറഞ്ഞു പോകും. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹനെ മാത്രം ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി ശൈആ, ആ റബ്ബിനോട് ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. അത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യൽ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ് എന്ന് ചോദിച്ചപ്പോൾ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്വലാത്തു ലിവഖ്തിഹാ, നമസ്കാരം കൃത്യമായ സമയത്ത് നിർവഹിക്കൽ. പിന്നെ എന്താണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ എന്ന് ഞാൻ പറയുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് നിങ്ങളുടെ വാപ്പയും ഉമ്മയുമല്ലേ? അല്ലേ? വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന വാപ്പ അതിലില്ലേ? മരണപ്പെട്ടുപോയ ഉമ്മ അതിലില്ലേ? രണ്ടാളും നഷ്ടപ്പെട്ട മക്കൾ ഇത് കൂട്ടത്തിലില്ലേ? ഒരുപാട് ആളുകൾ നമ്മുടെ വാപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് തായോട്ട് വെച്ചവരില്ലേ ഈ കൂട്ടത്തിൽ? ഞാനും നിങ്ങളും വാപ്പാന്റെ മറവ് ചെയ്യാൻ പോകുന്ന കഫൻ പുടവ ആ പൊതിഞ്ഞു കൊടുത്തവർ നമ്മളായിരുന്നില്ലേ? ഉണ്ടാവും. വാപ്പാനെ കുളിപ്പിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാകും. വാപ്പാന്റെയും ഉമ്മാന്റെയും ജനാസ അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടാത്തവർ ഇതിലുണ്ടാകും. ബാപ്പാന്റെയും ഉമ്മാന്റെയും ആ ആരോഗ്യം നഷ്ടപ്പെട്ട സമയത്ത് ശുശ്രൂഷിക്കുന്നതിൽ ഇടപെടാൻ കഴിയാത്തവർ ഇതിലുണ്ടാകും. എന്നാൽ മാന്യമായി ഇടപെട്ടവർ ഇതിലുണ്ടാകും. മാതാപിതാക്കളില്ലാത്തതിന്റെ ഭവിഷ്യത്തുകൾ മാതാപിതാക്കളില്ലാത്ത മക്കളോട് പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവരവരുടെ ഭാര്യയോടും മക്കളോടുമൊപ്പം അടിച്ചുപൊളിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ടാകും. പക്ഷെ വാപ്പാന്റെ ഉമ്മാന്റെ കഥ പറയുമ്പം അവരുടെ ചിരി നിൽക്കും, അവരുടെ മുഖങ്ങൾ കറക്കും. അതുകൊണ്ട് ആ പണ്ഡിതന്മാര് പറഞ്ഞത്, മാതാപിതാക്കളില്ലാത്ത വീട് ഇളമത്തിൽ ബുയൂത്ത് വഇൻ കാനത് കതീറത്തുൽ അൻവാർ വൽ ഇളാ, മാതാപിതാക്കളുള്ള വീട് എത്ര പ്രകാശപൂരിതമായാലും ശരി അത് ഇരുട്ടിലായിരിക്കും. ഇന്നത്തെ ലേറ്റസ്റ്റ് വീടുകൾ സീലിംഗ് ചെയ്ത് LED ചെയ്ത് പൊരേക്കൂടൽ നടത്തുകയാണ്, വീട്ടുകൂടൽ. ആ ഹൗസ് വാമിങ്ങിന് കടന്നു വരുന്ന വയസ്സായ ഒരു മനുഷ്യൻ കയറി വരുമ്പോൾ പറയും, മോനെ അടിപൊളി വീടാണ്, പക്ഷെ നിന്റെ വാപ്പ വേണ്ടിയിരുന്നു ഇവിടെ, നിന്റെ ഉമ്മ വേണ്ടിയിരുന്നു ഇവിടെ, അവരിതൊക്കെ കാണേണ്ടിയിരുന്നു മോനെ എന്ന് വാപ്പാന്റെ ചങ്ങാതി പറയുമ്പോഴാ നമ്മളുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകാറുള്ളത്. വഇൻ കാനത് കസീറത്തുൽ അൻവാർ വൽ ഇളാ എന്നോട് പറഞ്ഞു, വകല്ലത്തിൽ ബറക വഇൻ കാനത് അർസാഖു വതതദഫഖു അലാ ഹാദിഹിൽ ബുയൂത്ത്. മാതാപിതാക്കളില്ലാത്ത വീട് എത്ര ബറക്കത്ത് അവിടെ വന്നാലും ശരി, എത്ര റിസ്ക് അവിടെ വന്നാലും ശരി, ഒരു ബറക്കത്തും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും. ബാപ്പ പണ്ട് ചെറുപ്പത്തിൽ 30 രൂപ 40 രൂപക്ക് ഹോട്ടലിൽ പണിയെടുത്ത് വൈകുന്നേരം അല്പം പഴമോ അവിലോ കപ്പയോ മത്തിയോ കൊണ്ടുവന്ന് പാചകം ചെയ്ത് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഒരു സുഭിക്ഷതയുണ്ടല്ലോ, ഇന്ന് കിട്ടുന്നുണ്ടോ നമുക്ക്? ഇന്നത്തെ വീടുകളിൽ ഒരു അതിഥി കയറി വന്നാൽ വെള്ളം കുടിക്കാൻ, ഒരു കലക്കിയ വെള്ളം കുടിക്കാൻ അരമണിക്കൂർ സമയമെടുക്കുന്നു. അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അരമണിക്കൂർ എടുക്കുന്നു. പണ്ട് ഉമ്മാന്റെ കൂടെ ഇരുന്ന സമയത്ത് മുറ്റത്തുകൂടെ പോയ ആളുടെ ശബ്ദം കേട്ട് ഇന്ന ആളല്ലേ എന്ന് വിളിച്ചു ചോദിച്ചിന്നാ നിങ്ങൾക്കിതാ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാനിരുന്ന ഭക്ഷണത്തിൽ നിന്ന് അവർ കൊടുത്തിരുന്നു. അയൽവാസികൾക്ക് നമ്മുടെ ഉമ്മ കൊടുത്തിരുന്നു, നമ്മുടെ ഉമ്മാമ നമ്മുടെ എളാപ്പക്ക് കൊടുത്തയച്ചിരുന്നു, നമ്മുടെ അമ്മായിക്ക് കൊടുത്തയച്ചിരുന്നു.
ഇന്നത്തെ കുടുംബ സംവിധാനത്തിൽ അന്നൊരു വാപ്പ മാത്രമാണ് അധ്വാനിച്ചതെങ്കിൽ ഇന്ന് 5 മക്കൾ 5 രാജ്യത്തുണ്ടാകും. ചിലപ്പോൾ അവിടെ നിന്നൊക്കെയും വരുമാനം വീട്ടിലേക്ക് വരും. പക്ഷെ എന്തൊക്കെയോ ഒരു തികയായ്മ, ആളുകൾക്ക് പോലും അവരെല്ലാം കൊടുക്കുന്നവരാന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ, അയൽവാസികൾക്ക് അഭിപ്രായമില്ലാത്ത അവസ്ഥ, കുടുംബക്കാർക്ക് ധന്യതയില്ലാത്ത അവസ്ഥ, കുടുംബ ബന്ധങ്ങൾ ചേർത്ത് നിൽക്കാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പയും ഉമ്മയും പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, മാതാപിതാക്കൾ നിങ്ങളുടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള 2 വാതിലുകളാണ്. ഒരാൾ മരണപ്പെട്ടാൽ ഒരു വാതിൽ അടഞ്ഞു, രണ്ടാമത്തെ ആൾ മരിച്ചാൽ രണ്ടാമത്തെ വാതിൽ അടഞ്ഞു. ആരാ ഉള്ളത് പ്രിയപ്പെട്ടവരെ? ഈ വലിയ 40-50 വയസ്സുള്ള ആളുകളുണ്ട് എന്റെ മുന്നിൽ, ഞാൻ അടക്കമുള്ളവർ. അസുഖമായി, തലവേദനയായി, വയറുവേദനയായി കിടക്കുമ്പോ ഭാര്യയാണോ നമുക്ക് ആദ്യം ഓർമ്മ വരാറുള്ളത്? അല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ. ചെറുപ്പത്തിൽ ഉറക്കമൊഴിഞ്ഞ് തലയിണയുടെ അടുത്ത് വന്നിരുന്ന് പാതിരാക്കെല്ലാരും ഉറങ്ങുമ്പോൾ പനി മാറിയോ എന്ന് വന്നു നോക്കിയ ഒരു ഉമ്മ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? രാത്രി ഉറങ്ങാതെ പാതിരാക്ക് എഴുന്നേറ്റ് വന്ന് മോന് വെള്ളം വേണോ എന്ന് ചോദിച്ചൊരു ഉമ്മ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതേപോലെ ഓരോരുത്തരും നമ്മുടെ വാപ്പനെയും ഉമ്മനെയും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സദാസമയവും പ്രാർത്ഥിക്കണം. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. അവരുടെ പോരായ്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാവട്ടെ. ഇനിയുള്ള ബാക്കിയുള്ള മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. എല്ലാവരും കടന്നു ചെല്ലണം. നമ്മുടെ മാതാപിതാക്കൾക്ക് അസുഖമായാൽ പാലിയേറ്റീവിന്റെ ആളുകളല്ല അവരെ നന്നാക്കേണ്ടതും നോക്കേണ്ടതും നമ്മൾ മുന്നിലുണ്ടാവണം. വീട്ടിലെ പണിക്കാരെത്തി വരാതിരുന്നാൽ ഉമ്മാന്റെ സുഖമില്ലാത്ത ഉമ്മാന്റെ മൂത്രത്തിന്റെ തുണി വീട്ടിലെ ആ പണിക്കാരെത്തിയും കാത്തു നിൽക്കുന്ന അവസ്ഥയുണ്ടാവരുത്. നമ്മൾ കഴുകണം. പ്രിയപ്പെട്ടവരെ, സമ്പന്നത കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മൾ. മാതാപിതാക്കൾക്ക് സമ്പത്ത് ലക്ഷങ്ങൾ അയച്ചു കൊടുക്കുന്നത് കൊണ്ട് ഒരു യുവാവിന്റെ, ഒരു മകന്റെ ഡ്യൂട്ടി പൂർത്തിയാകുന്നു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയാണ്. മതിയാവില്ല. നമ്മുടെ കറൻസി നോട്ടുകൾ എണ്ണുന്നതിനേക്കാളും അവർക്കിഷ്ടം നമ്മൾ അവരുടെ അടുത്തിരുന്ന് പഴയ കഥകൾ പറഞ്ഞ് ചിരിക്കുന്നതായിരിക്കും. നമ്മളുടെ സാന്നിധ്യമാണ് അവർക്ക് ആവശ്യം, നമ്മളുടെ സംസാരമാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് മാതാപിതാക്കളുടെ കാര്യത്തിൽ അവരെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ. ഇനിയോ അല്ലാഹു പറഞ്ഞു, അടുത്ത ബന്ധമുള്ളവരോട്, അനാഥകളോട്, സാധുക്കളോട് നിങ്ങൾ ഏറ്റവും നല്ല നിലയിൽ നിൽക്കണം. കുടുംബ ബന്ധങ്ങൾ എല്ലായിടത്തും തകർന്നിരിക്കുകയാണ്. ചില്ലറ കാരണങ്ങളാണ് ഓരോ കുടുംബ ബന്ധങ്ങളും ചേർത്ത് പിടിക്കാനുള്ള ഇരുത്തങ്ങളിൽ, മജ്ലിസുകളിൽ കാരണങ്ങൾ കേൾക്കുമ്പോൾ പണ്ട് LKGയിൽ 2 കുട്ടികൾ തമ്മിൽ തെറ്റാനുള്ള കാരണം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പോലെയാണ് ചില്ലറ വിഷയങ്ങൾ. വലിയ സമ്പന്നതയിൽ, വലിയ ദൃഢമായ ബന്ധത്തിൽ നിന്നിരുന്ന കുടുംബം 2 അറ്റങ്ങളായി ജീവിക്കുന്നൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഓരോ ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കില്ല. ഒരു ഇബാദത്തും കുടുംബ ബന്ധം മുറിച്ചവന്റെ അല്ലാഹു വേണ്ട. ലാ യദ്ഖുലുൽ ജന്നത കാതിഉർ റഹിം. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രശ്നമില്ല അവൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കയ്യിലുള്ള ഫോണില്ലേ, ജ്യേഷ്ഠനോട് സലാം പറയാൻ മടിയുള്ളവരെ, അമ്മായിയുടെ അടുക്കലേക്ക് നേരിട്ട് അങ്ങോട്ട് പോയി മിണ്ടാൻ മടിയുള്ളവരെ, വാപ്പാനോട് സംസാരിക്കാൻ നമ്മുടെ ക്രെഡിബിലിറ്റി നമ്മളെ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിനുള്ളതാണ് വാട്സപ്പിലെ ചിരിക്കുന്ന ഐക്കൺ, അതിനുള്ളതാണ് വാട്സപ്പിൽ അസ്സലാമു അലൈക്കും എന്ന സിമ്പൽ. സലാം ചൊല്ലിയിട്ട് കാക്കനോട് എന്നോട് പൊറുക്കൂലേ എന്ന് ചോദിച്ചൊരു ചിരിക്കുന്ന ഐക്കണും ഒരു ഓടുന്ന ഐക്കണും അയച്ചു കഴിഞ്ഞാൽ തീരുന്നതായിരിക്കും നമ്മുടെ പ്രശ്നം. അതായത് അയക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ ശൈത്താൻ കുടിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണെന്നത് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ തുടർച്ച പറയുന്നു, വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ. അനാഥകളെ, വൽ മസാകീൻ, മിസ്കീനുകളെ സഹായിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് റസൂൽ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്നൊരാഗതനുണ്ട്, അയാൾക്ക് വസ്ത്രമില്ല, നിങ്ങൾ സഹായിക്കണം. എല്ലാവരും വീട്ടിലേക്ക് പോയി. പ്രവാചകന്റെ മുന്നിൽ ഒരു വസ്ത്രത്തിന്റെ കൂമ്പാരമുണ്ടായി എന്ന് അല്ലാഹുവിന്റെ റസൂൽ അതിൽ നിന്ന് 2 ജോഡിയെടുത്ത് ആഗതന് കൊടുത്തു. സന്തോഷത്തോടെ ആഗതൻ തിരിച്ചുപോയി. തൊട്ടടുത്ത ദിവസം പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇന്നുമുണ്ടൊരാൾ കഴിഞ്ഞ ദിവസത്തേതുപോലെ വസ്ത്രമില്ലാത്ത വസ്ത്രം ആവശ്യപ്പെട്ട് വന്നിരിക്കുന്നു. എല്ലാവരും പോയി വീട്ടിലേക്ക്. ഓടി വരുന്നുണ്ടൊരു മനുഷ്യൻ.
ആരാന്നറിയുമോ? കഴിഞ്ഞ ദിവസം 2 ജോഡി വസ്ത്രങ്ങൾ വാങ്ങിയ മനുഷ്യൻ ഓടിപ്പോയിട്ട് തന്റെ ഒരു വസ്ത്രം കൊണ്ടുവന്നു എന്നാണ് ചരിത്രം. സുബ്ഹാനല്ലാഹ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ മുന്നോട്ട് വരണം. പാവപ്പെട്ടവനെ സഹായിക്കാൻ തീരുമാനമെടുക്കണം. വൽയതാമ വൽ മസാകിൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തിൽ പറയാണ്, പിന്നീട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറേണ്ടത് ആരോടാണ്? അടുത്ത ബന്ധമുള്ള അയൽക്കാരനോടും അകന്ന ബന്ധമുള്ള അയൽക്കാരനോടും. വല്ലാത്തൊരായത്താണ്. 1444 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ ഖുർആൻ പറയാണ്, അടുത്ത ബന്ധമുള്ള അയൽക്കാരൻ. വാപ്പാന്റെ സ്വത്ത് 4 കഷ്ണമാക്കി വിഭജിച്ച് 4 മക്കള് വീടെടുത്താൽ അടുത്ത ബന്ധമുള്ള അയൽപക്കക്കാരാണവർ. രക്തത്തിലുള്ളവരാണവർ, ബന്ധത്തിലുള്ളവരാണവർ. അല്ലെങ്കിലോ നമ്മളൊരു സ്ഥലം വാങ്ങി, പണമില്ല, നാട്ടിൽ വീടെടുക്കാൻ ഗതിയില്ല, ഏതോ ഒരു നാട്ടിൽ വില കുറഞ്ഞ മണ്ണ് നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് വരുന്നവരാരാണെന്ന് നമുക്കറിയില്ല. അവരാരാണ്? അകന്ന ബന്ധമുള്ള അയൽക്കാരാണ്. ഈ 2 അയൽവാസികളോടും നല്ലവണ്ണം നമുക്ക് നിൽക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, തൗഹീദുള്ളവരെ, സലഫിയത്തുള്ളവരെ, ആദർശമുള്ളവരെ, നമ്മളെ കൊണ്ട് പൊതുജനങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്താണെന്നറിയോ? നമ്മുടെ അയൽവാസികൾ നമ്മുടെ കാര്യത്തിൽ തൃപ്തരല്ല. പാട്ടുപാടി ഡാൻസ് കളിച്ച് പടക്കം പൊട്ടിച്ചിട്ട് അയൽവാസി അടങ്ങേറാക്കിയത് കൊണ്ടല്ല അത്. അയൽവാസിയോട് കാണിക്കേണ്ട മര്യാദ നമുക്കില്ല. അയൽവാസിയോട് ചിരിക്കാൻ നമുക്കറിയില്ല. അങ്ങാടിയിലേക്ക് പോകുമ്പോൾ എന്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കാൻ അറിയില്ല. അവിടെ കരണ്ടില്ല, മക്കളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്താണ് കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് പറ്റിയത് എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അയൽവാസിയുടെ കാര്യത്തിൽ നമ്മൾ പരാജിതരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കമ്മിൻ ജാരിൻ മുതഅല്ലിഖും ലിജാരിഹി യൗമൽ ഖിയാമ. എത്ര അയൽവാസികൾ നിങ്ങളെ കയ്യും പിടിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ വരുന്നറിയോ? നമ്മുടെ ഓരോരുത്തരുടെയും അയൽവാസി നമ്മുടെ കയ്യും പിടിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ വരും. മഹ്ശറിൽ അവൻ വരും, ആ അയൽവാസി വരും. എന്നിട്ട് പറയും, യാ റബ്ബ് ഇസ്അൽ ഹാദാ ലിമാ അഗ്ലഖ ബാബഹു. റബ്ബേ, നീ ചോദിക്ക്, ഇതെന്റെ അയൽവാസിയാണ്, എന്തിനാണ് ഇയാളെ വാതിലടച്ച് ജീവിച്ചത് എന്ന് ചോദിക്ക് റബ്ബേ. ഞാൻ കയറിപ്പോകുന്നതിന് മുന്നിലെ ഗേറ്റ് അടച്ചു, മതിലുകൾ ഉയർത്തിക്കെട്ടി, പിന്നിലൂടെ എന്റെ ഭാര്യ ചെറിയ ചങ്ങാത്തത്തിന് സൗഹൃദത്തിന് പോകുന്നത് തടയാൻ അവിടെയും അടച്ചു. എന്റെ മക്കൾ ആ വീട്ടിലേക്ക് പോകാൻ കഴിയാത്തവരായി ജീവിക്കുന്നു. ഇവൻ എന്റെ അയൽവാസിയാണ്. ചോദിക്ക് റബ്ബേ, എന്തിനാണ് ആ ഗേറ്റ് അടച്ചത്? ലിമാ അഗ്ലഖ ബാബഹു. എന്നിട്ട് പറഞ്ഞു, വമാനഅനി ഫളല. അല്ലാഹുവേ, നിന്റെ ഒരുപാട് ഫളൽ കിട്ടിയവനാ ഇവൻ, എന്റെ അയൽവാസി. അവൻ അതിലൊന്നിലും തന്നെ എന്നെ അവൻ പരിഗണിച്ചിട്ടില്ല റബ്ബേ. ചോദിക്ക്, കുറെ അരി കൊടുത്തില്ലേ റബ്ബേ, നീ വാഹനം കൊടുത്തില്ലേ, ഭക്ഷണം കൊടുത്തില്ലേ, സൗകര്യങ്ങൾ കൊടുത്തില്ലേ, സമ്പത്ത് കൊടുത്തില്ലേ, അതെല്ലാം എന്നിൽ നിന്ന് തടഞ്ഞു അവൻ. ചോദിക്ക് റബ്ബേ, എന്തിനാണെന്ന്. എന്താ കംപ്ലൈന്റ്? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര പവറുള്ള കംപ്ലൈന്റാണ്. നമ്മൾ വിചാരിക്കും നമ്മളതല്ലേ ധനം, നമ്മുടേതല്ല ഭക്ഷണം, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ, എന്റെ ഇഷ്ടമല്ലേ എന്റെ ഗേറ്റ് തുറക്കൽ, ആരവിടെ കയറണമെന്ന് തീരുമാനിക്കേണ്ടവൻ ഞാനല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. കഴിയില്ല പ്രിയപ്പെട്ടവരെ. അയൽവാസിക്ക് അർഹതപ്പെട്ടത് പലതും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. അയൽവാസിയെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, ഒരുപാടധികം പറഞ്ഞു. പ്രവാചകൻ പറയാണ്, അയൽവാസിയെ ഇത്രയും പരിഗണിക്കാൻ മാത്രമുള്ള ആളാണോ അയൽവാസി? നമ്മുടെ അവകാശം പോലും അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അത്രയും പറഞ്ഞു അയൽവാസിയെ പറ്റി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, അയൽവാസിയുടെ കാര്യത്തിൽ സൂക്ഷ്മത ഉണ്ടാവണം, എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ബന്ധത്തിലുള്ള അയൽവാസിയും ബന്ധമില്ലാത്ത അയൽവാസിയും, നസാറാക്കളാവട്ടെ, അതേപോലെ തന്നെ ഹിന്ദുക്കളാവട്ടെ, അമുസ്ലിങ്ങളാവട്ടെ, ആരാവട്ടെ, അയൽവാസിയുടെ കാര്യം, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആരുടെ ഡോറാണോ അവനെ ഒന്നാമതായി പരിഗണിക്കണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ ഡോറാണോ നമ്മുടെ വീട്ടിന്റെ അടുത്തേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, നമ്മൾ കൊണ്ടുപോകുന്ന ആദ്യത്തെ പൊതി പോകേണ്ടത് അവിടേക്കാണ്. അബൂദർ അൽ ഗഫാരിയോട് പറഞ്ഞു, അബൂദറേ, കറിയിൽ വെള്ളം ഒഴിച്ചിട്ടെങ്കിലും നിന്റെ അയൽവാസിക്ക് നീ കൊണ്ടുപോയി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. സ്ത്രീകളോട് പറഞ്ഞു, സ്ത്രീ സമൂഹമേ, 2 വസ്ത്രമുള്ളവർ 1 വസ്ത്രം കൊണ്ടുപോയി കൊടുക്കണം. അവർ പെരുന്നാൾ ആഘോഷിക്കട്ടെ, അവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കട്ടെ. അതുകൊണ്ടാണ്, അതിനേക്കാളും മഹത്തരമാണ്, അയൽവാസി ആരായാലും ശരി അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിക്കണം.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയായ നാട്ടുകാരനായ യഹൂദന്റെ പുത്രൻ മരണാശയ്യയിൽ കിടക്കുമ്പോൾ കയറി ചെന്നില്ലേ പ്രിയപ്പെട്ടവരെ? ആരായിരുന്നു യഹൂദർ? അല്ലാഹുവിന്റെ റസൂലിനെ അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കാൻ മാത്രം ശൗര്യമുള്ളവർ. പക്ഷെ ആ കുട്ടി മരണാശയ്യയിൽ കിടക്കുമ്പോൾ തനിക്കൊരു ദൗത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ കയറി ചെന്നു. എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. നിഷ്ക്രിയരായി നിഷ്പ്രഭരായി നിൽക്കുന്ന മാതാപിതാക്കൾ, എല്ലാ പ്രതീക്ഷകളും മറ്റു നിൽക്കുന്നവർ, തന്റെ മകൻ ഏതു നിമിഷവും മരണപ്പെടാമെന്ന് വിചാരിച്ച് അവരാരാധിച്ചിരുന്ന അവരവലംബിച്ചിരുന്ന ഒരു സൃഷ്ടിക്കും ഒരു ദൈവത്തിനും ഒരു റോളുമില്ലെന്ന് തിരിച്ചറിഞ്ഞ സമയത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. മരണാശയ്യയിൽ കിടക്കുന്ന കുട്ടി അവന്റെ അച്ഛനെ, അവന്റെ പിതാവിനെ നോക്കിയപ്പോ പിതാവ് പറഞ്ഞുകൊടുത്തു, അബുൽ ഖാസിം, ഖാസിമിന്റെ വാപ്പനനുസരിച്ചോളി, ഖാസിമിന്റെ വാപ്പ പറഞ്ഞത് പറ. ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ. തന്റെ എല്ലാമായ മൂത്താപ്പ മരണാശയ്യയിൽ കിടന്ന് മരിച്ചോട്ടെ എന്ന് ചിന്തിച്ചില്ല റസൂല് ചെന്നു അവിടെ. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന മൂത്താപ്പാക്ക് അവിടെ രക്ഷപ്പെടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലേ നിവൃത്തിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു. പറയിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു, അദ്ദേഹം പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, അയൽവാസിയുടെ കാര്യത്തിൽ, കുടുംബ ബന്ധുക്കളുടെ കാര്യത്തിൽ ഏറ്റവും നല്ല മാതൃക നേടാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വ ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഏതൊരു സൽക്കർമ്മങ്ങളും ചെയ്യുന്നതിന്റെ പിന്നിൽ ഈ ലോകത്തുമുള്ള സൗഖ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ദുനിയാവിൽ ഏറ്റവും നല്ല മനുഷ്യനായി പൊതുജനം നമ്മളെ പറ്റി പറയുന്നൊരവസ്ഥയും, നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുക അള്ളാഹനെ സൂക്ഷിച്ചവനാണ് എന്ന് പറഞ്ഞ ഗണത്തിൽ നമ്മൾ പെടണമെങ്കിൽ ഈ പറഞ്ഞതിലൊക്കെയും ആത്മാർത്ഥത വേണം. ഏതെങ്കിലും സുഖത്തിനോ സൗകര്യത്തിനോ ഏതെങ്കിലും ഭൗതികമായ ആവശ്യത്തിനോ വേണ്ടിയിട്ടാവരുത് ഈ പറഞ്ഞതൊന്നും. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. ദയാലുവായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ആര് നമ്മളെ ആ കാരണത്താൽ കളിയാക്കിയാലും കൊച്ചാക്കിയാലും ആരും ഭയപ്പെടേണ്ടതില്ല. സത്യവിശ്വാസികളെപ്പറ്റി പറഞ്ഞതാണ്, അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല. ഏതൊരാൾ നമ്മളെ വെറുത്താലും ശരി, നമ്മുടെ ആദർശം സത്യസന്ധമാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്താൽ, നിങ്ങൾക്കറിയുമോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടൊക്കെ അവിടുത്തെ ആളുകൾ ചോദിച്ചു അത്രേ, നിങ്ങളുടെ ജാഹിലിയത്തിൽ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ജാഹിലിയത്തിൽ നിങ്ങൾ തോന്നിയാസങ്ങൾ ചെയ്തിരുന്നോ? നഊദു ബില്ലാഹ്. അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടിയാണ്, തോന്നിയാസം ചെയ്യേ, മദ്യപിക്കേ ഇല്ല, ഞാനും എന്റെ കുടുംബവും ഒരിക്കലും അത്തരം തോന്നിയാസങ്ങൾ ചെയ്തവരായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കലിമത്തു ഷഹാദ സ്വീകരിക്കുന്നതിന്റെ മുമ്പുള്ള അവസ്ഥയായത്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് നാട് വിട്ടു പോകുമ്പോ ഒരു അറാബി വന്ന് പറഞ്ഞില്ലേ, അബൂബക്കറേ, താങ്കളെപ്പോലുള്ള ആളുകൾ ഈ നാട് വിട്ടു പോവരുത്, അങ്ങനെ റഷീദായ ഒരാള് ഈ നാട്ടിലില്ലാതായി പോകും. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥിതി എന്തായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുന്നൂരിലെ ഗിരിസാനുക്കളിൽ നിന്ന് ജിബീൽ എന്ന മാലാഖയുടെ വരവും കണ്ട് പ്രബോധനം തുടങ്ങുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് അൽ അമീനാണ്. വിശ്വസ്തനായിരുന്നു റസൂല്. ചെറുപ്പം മുതലേ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ, നമ്മുടെ ഇടപാടുകൾ നന്നാക്കിയാൽ, നമ്മുടെ അതിരുകൾ നിശ്ചയിക്കുമ്പോൾ അതിരുകെട്ടുന്ന പണിക്കാരനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചില സൂക്ഷ്മതകളുണ്ടല്ലോ, ഒരല്പം ഇങ്ങോട്ട് വെച്ചോളൂ, അങ്ങോട്ടാവരുത്, ഇതാരുടെയും സ്ഥലമല്ല, നിങ്ങൾക്ക് ലേശം അങ്ങോട്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ വേണ്ട, എന്റെ ആധാരത്തിൽ നിന്ന് 1 സെന്റ് 1/2 സെന്റ് ഒരു ചെറിയ പോയിന്റ് കുറഞ്ഞാലും പുറത്തുള്ള ഒരു സ്ഥലവും നമ്മുടെ പരിധിയിലേക്ക് വരരുത് എന്ന് സൂക്ഷിക്കാൻ സത്യവിശ്വാസികളെ നമുക്ക് കഴിയണം. ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ നിങ്ങൾ എന്ത് സത്യമിട്ട് സാധനം കച്ചവടം ചെയ്താലും ഇന്നത്തെ കസ്റ്റമർക്കറിയാം
ഈ വൃത്തികെട്ടവൻ കളവ് പറഞ്ഞിട്ടാ വിൽക്കുന്നത് എന്ന്. നമ്മുടെ വില പോകും. സത്യസന്ധമായി കച്ചവടം ചെയ്തോളൂ. സത്യം പറഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും വരില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഇടപാടുകളിൽ, അതോടൊപ്പം സംസാരങ്ങളിൽ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മിണ്ടാതിരുന്നത് കൊണ്ട് അവൻ പോയത്തക്കാരനൊന്നും ആവില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇടപാടുകളിൽ, സംസാരങ്ങളിൽ, മര്യാദകളിൽ, സൂക്ഷ്മതകളിൽ മുന്നിൽ നിൽക്കുന്നവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, പ്രിയപ്പെട്ട മാതാപിതാക്കൾ. ഈ അടുത്ത കാലങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ, എത്രയോ യുവാക്കളാണ് പൊടുന്നനെ മരിച്ചു പോവുകയാണ്. ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കാത്തത് നമ്മളല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചിന്തിക്കാത്തത് നമ്മുടെ അനുജനല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചിന്തിക്കാത്തതും നമുക്ക് വികാരങ്ങൾ വരാത്തതും ആ മരണപ്പെട്ടതിൽ നമ്മുടെ വാപ്പയില്ലാത്തത് കൊണ്ടാണ്. പ്രിയ സമൂഹമേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരിച്ച യുവമിഥുനങ്ങളുണ്ടല്ലോ, അറ്റാക്കുകളിൽ മരിച്ചവർ, ആക്സിഡന്റിൽ മരിച്ചവർ, അവരുടെ വീട്ടിലെ സ്ഥിതി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതാലോചിക്കണമെങ്കിൽ എന്റെ ഖുത്ബ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക. ഇന്ന് ശിവാജി നഗറിൽ ഒരു ആക്സിഡന്റിൽ ഞാൻ മരിച്ചാൽ, ഇന്ന് മഗ്‌രിബിന് ശേഷം ഒരു അറ്റാക്കിൽ ഞാൻ മരിച്ചാൽ, എന്റെ വീട്ടിലെ എന്റെ മക്കളുടെ, പുന്നാര മക്കളുടെ എല്ലാ രാത്രിയും വീഡിയോ കോൾ ചെയ്ത് ഓഫാക്കല്ല വാപ്പാ എന്ന് പറഞ്ഞ് കരയുന്ന 2 വയസ്സുള്ള മകളുടെ ആ ദീനരോധനങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കുക. അപ്പൊ മനസ്സിലാകും പിരിഞ്ഞുപോയവരുടെ വില എത്രയാണെന്ന്. പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. അവരെ നഷ്ടപ്പെട്ട വീട്ടുകാർക്ക്, ആ യുവാവിനെ നഷ്ടപ്പെട്ട, വിധവയായിപ്പോയ, ചെറിയ പ്രായത്തിലെ വിധവയായ ആ സ്ത്രീക്ക്, അനാഥകളായ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലത് പകരം നൽകുമാറാവട്ടെ. ഫലസ്തീനിൽ ആരും ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ. എത്ര കുരുന്നുകളാ പ്രിയപ്പെട്ടവരെ. 3-4 മക്കളുള്ളവരാ നമ്മൾ. 2 ആളുകൾ ഒന്നിച്ച് മരിക്കുന്നത് ചിന്തിക്കാൻ കഴിയാത്തവരാ നമ്മൾ. 2 പോയിട്ട് ഒരാൾക്കൊരു ആക്സിഡന്റ് പോലും ചിന്തിക്കാൻ പറ്റാത്തവരാ നമ്മൾ. ഒരു വാപ്പാന്റെ 5-6 മക്കളെയും ഒന്നിച്ച് വാപ്പ നിന്ന് മയ്യത്ത് നമസ്കരിക്കുക. ചിന്തിച്ചു നോക്കിയേ. മക്കളെ എഴുതി വെക്കുകയാണ്, ഞാൻ മരിച്ചാൽ എന്റെ കളിപ്പാട്ടം എന്റെ അമ്മായിയുടെ മോൾക്ക് കൊടുക്കണമെന്ന് വസിയത്ത് എഴുതിയ കുട്ടികൾ. ഇപ്പോഴോ മൈലാഞ്ചി കൊണ്ട് എഴുതി വെക്കുകയാണ് വാപ്പന്റെ പേരും ഉമ്മന്റെ പേരും. മരിച്ച കുട്ടി ആരുടെ വാപ്പയാണ്, ആരുടെ മകനാണെന്ന് തിരിച്ചറിയാൻ. വല്ലാത്തൊരവസ്ഥയാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട് സൗഖ്യത്തിന്റെ നാടാണ്. നമ്മുടെ നാട് സമാധാനത്തിന്റെ നാടാണ്. ഈ സുന്ദരമായ നാട്ടിൽ ജീവിച്ചിട്ട് റഹ്മാനായ റബ്ബിന് ശുക്ർ ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന നന്ദികേട് ചെറുതല്ല പ്രിയപ്പെട്ടവരെ. സമാധാന പുരസ്സരം നമസ്കരിക്കാൻ, പള്ളിയിൽ വന്നിരിക്കാൻ, മാതാപിതാക്കളോടൊപ്പം ടൂർ പോവാൻ, സുഭിക്ഷമായ ഭക്ഷണങ്ങൾ തേടി ഹോട്ടലുകളിലേക്ക് പോയി സഞ്ചരിച്ച് തിന്നാൻ, എല്ലാറ്റിനും സൗഖ്യം ലഭിച്ചവരാ നമ്മൾ. പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോലും പറ്റാത്തത്ര ശുക്ർ ചെയ്യേണ്ടവരാ നമ്മൾ. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുക. ശുക്ർ ചെയ്താൽ ലഅസീദന്നകും, അല്ലാഹു ഇനിയും അത് വർദ്ധിപ്പിച്ചു തരും. എന്നാൽ വലഇൻ കഫർതും, നിങ്ങൾ അതിനെ നിഷേധിച്ച് മുഖം തിരിച്ചു നടന്നാൽ, അഹങ്കാരിയായാൽ, ഇന്ന അദാബി ലശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും കേട്ടോ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാന്റെ താക്കീതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അൻസുർനാ ലിൽ ഇഖ്വാനിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുർനാ ലിൽ ഇഖ്വാനിൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ. اللهم انصرنا الإخوان المسلمين في غزة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك. ربنا تقبل منا دعاءنا وقيامنا وسجودنا وتلاوتنا يا رب العالمين. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.